കണ്ണൂർ പിലാത്തറയിലെ കാറ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രിതമെന്ന് വ്യക്തമാകുന്നു. സ്വർണ്ണ വ്യാപാരിയും കുടുംബവും സഞ്ചരിച്ച കാറിനൊപ്പം ഇന്നോവ കാർ പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാഹനം ആക്രമിച്ചത് സ്വർണം പൊട്ടിക്കൽ സംഘമാണോ എന്ന സംശയവും സജീവമാണ്. കൂടുതൽ സ്വർണവും പണവും നഷ്ടമായിട്ടുണ്ടെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. കണ്ണൂർ പിലാത്തറയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ കാറിൽ മോഷണം നടന്നത് സ്ഥിരീകരിച്ചതോടെയാണ് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നത്. വാഹനത്തിലുണ്ടായിരുന്ന സ്വർണ്ണ വ്യാപാരിയും ഡ്രൈവറും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയതിലാണ് നിർണായക കണ്ടെത്തലിലേക്ക് കടന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പുറപ്പെട്ട തലശ്ശേരി രജിസ്ട്രേഷൻ കാറിനെ 6-അംഗ സംഘം ദേശീയപാതയിൽ കാത്തിരുന്നുവെന്നാണ് സൂചന. വ്യാപാരി സഞ്ചരിച്ചിരുന്ന കാറിന് മുന്നിലായി ഇന്നോവ കാർ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമതായി മറ്റൊരു ഇന്നോവ കാർ എടാട്ട് സർവീസ് റോഡിൽ കാത്തിരുന്നു. മനഃപൂർവ്വം അപകടമുണ്ടാക്കിയ ശേഷമാണ് 6-അംഗ സംഘം കാർ തട്ടിയെടുത്തത് എന്നാണ് നിഗമനം. ഭാര്യയുടെ ബാഗിൽ സൂക്ഷിച്ച 25 ഗ്രാം സ്വർണം നഷ്ടമായെന്നാണ് പരാതിക്കാരൻ കുമാർ ജലീന്ദർ നിഗം നൽകിയ മൊഴി. എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കാറിൽ കൂടുതൽ പണവും സ്വർണവും ഉണ്ടായിരുന്നു എന്നതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കാറിൽ രഹസ്യറയിൽ പണം സൂക്ഷിച്ചിരുന്നു എന്ന സംശയവും പോലീസിനുണ്ട്. കാർ ഉടമയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതോടെ ഇക്കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. തട്ടിക്കൊണ്ടുപോയുള്ള കവർച്ചയ്ക്ക് പിന്നിൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ സാന്നിധ്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.